ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് പുല എന്താണ്, പുല ബാധിക്കുന്നതെങ്ങനെയാണ്, അതേക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മൾ മൃതദേഹം ദഹിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയകാലത്ത് മാവിൻ്റെ വിറക് കൊണ്ടാണ് മൃതദേഹം ദഹിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിലും അത് നടക്കാറുണ്ട്, അപൂർവമായിട്ടെങ്കിലും. കൂടുതലായി നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ചെയ്യുന്നത് അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മൃതദേഹം ദഹിപ്പിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ മാവിൻ്റെ വിറക് കൊണ്ടാണ് ദഹിപ്പിക്കുന്നത്. അങ്ങനെയാണ് ദഹിപ്പിക്കേണ്ടതും. കാരണം എന്താണ്? സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും. മാവിൻ്റെ വിറക് നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരൊക്കെ പല്ല് തേക്കുവാൻ ഉപയോഗിച്ചിരുന്നത് മാവിലയായിരുന്നു. എന്താ കാരണം? നമുക്കറിയാം, ഇപ്പോഴാണ് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയത് സ്ട്രെപ്റ്റോകോക്കസ് വിഭാഗത്തിൽ പെടുന്ന 84 തരം ബാക്ടീരിയകൾ ഒരു മനുഷ്യൻ്റെ വായ്ക്കുള്ളിലുണ്ട്. ഇതിനെ നശിപ്പിക്കാൻ തക്ക ശേഷിയുള്ള ഹൈ പവറുള്ള ആൻറ്റിബയോട്ടിക്കാണ് മാവില എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ മൃതദേഹം ദഹിപ്പിക്കുവാൻ മാവിൻ്റെ വിറക് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൂർവികർ, അവർക്കറിയാമായിരുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്ന്. കാരണം അവർ അപ്ലൈഡ് സയൻറ്റിസ്റ്റുകളായിരുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ആധുനിക തലമുറയ്ക്ക് ഇതൊന്നും അറിയാൻ കഴിയാതെ വന്നത് കാരണം ആചാരലോപം സംഭവിക്കുന്നു. ആചാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയുമോ? ആചിനോതിഹി ശാസ്ത്രാണി ഇതി ആചാരഃ എന്നാ പറയുക. ശാസ്ത്രം നിത്യജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനെയാണ് ആചാരം എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ജീവിതക്രമം തന്നെ എന്താണ്? 100% ശാസ്ത്രീയമായ അടിത്തറയിൽ ഉള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ മൃതദേഹം ദഹിപ്പിക്കാൻ മാവിൻ്റെ വിറക് തന്നെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൃതദേഹം ദഹിച്ചു കഴിഞ്ഞാൽ അസ്ഥി സഞ്ചയനം നമ്മൾ നടത്തും. അസ്ഥി സഞ്ചയനം നടത്തേണ്ടത് 4 ദിവസത്തിനും 7 ദിവസത്തിനും ഇടയിലാണ്. അതുപോലെ തന്നെ അതിൽ ചില പ്രത്യേക ദിവസങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. കൂടാതെ പിണ്ടകർത്താവിൻ്റെ അഷ്ടമരാശിക്കൂറും ഒഴിവാക്കിയാണ് ചില ദിവസങ്ങൾ നമ്മൾ ഈ സഞ്ചയനത്തിന് വേണ്ടി എടുക്കുന്നത്. ആ സഞ്ചയനത്തിൻ്റെ രഹസ്യം യഥാർത്ഥത്തിൽ എന്താണ്? ഈ മരിച്ച ആളുകളെയൊക്കെ നമുക്കറിയാം, മറ്റു മതസ്ഥരുടെ ആചാരക്രമങ്ങളൊക്കെ എത്ര അശാസ്ത്രീയമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മരിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ കുഴിച്ചിട്ട് അതിനു മുകളിൽ കല്ലറ കെട്ടിയാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇടമുണ്ടാവില്ല, വീട് വെച്ച് താമസിക്കുവാൻ ഇടമുണ്ടാവില്ല. മറിച്ച് ഹിന്ദുവിൻ്റെ ആചാരക്രമം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ഈ സഞ്ചയനത്തോടു കൂടി ഈ ശ്മശാന ഭൂമി വീണ്ടും കൃഷിഭൂമിയാക്കി മാറ്റുന്നു എന്ന ശാസ്ത്രീയവും താത്വികവുമായ രഹസ്യമാണ്, ആ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ സഞ്ചയനക്രിയയ്ക്ക് പിന്നിലുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇതിനു മുകളിൽ നമ്മൾ ഈ തെങ്ങ് അതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ ഒക്കെ വയ്ക്കുന്നതിൻ്റെ രഹസ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ അറിയപ്പെടാതെ പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങിൽ
അതുകൊണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമായി എല്ലാവരും അറിയേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അതിന് പരമാവധി നമുക്ക് സംശയ നിവാരണം വരുത്തുവാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. എല്ലാവർക്കും നമസ്തേ.